A fraction simplified after adding 1 to its numerator becomes 1 by 3. If instead 1 is added to the denominator and then simplified, it becomes 1 by 4. What is the fraction? ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. ഛേദത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/4. ഏതാണ് ഭിന്നസംഖ്യ എന്നാണ് രണ്ടാമത്തെ ചോദ്യം പറയുന്നത്. ഒരു ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ x/y. ഈ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനോടുകൂടി ഒന്ന് ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ അല്ലെങ്കിൽ ദ ആൻസർ ബിക്കം 1/3. ഇതാണ് ഒരു ഇക്വേഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് അവർ പറഞ്ഞിരിക്കുന്നത് 1 ഈസ് ആഡഡ് ടു ദ ഡിനോമിനേറ്റർ, അതായത് ഛേദത്തിനോടുകൂടി ഒന്ന് ആഡ് ചെയ്താൽ, അതായത് ഭിന്നസംഖ്യ എന്ന് പറയുന്നത് x/y ആണ്, അതിൻ്റെ ഛേദത്തിനോടുകൂടി ഒന്ന് ആഡ് ചെയ്താൽ കിട്ടുന്ന ഭിന്നരൂപം എന്ന് പറയുന്നത് 1/4 ആണ്. എങ്കിൽ വാട്ട് ഈസ് എക്സ് ആൻഡ് വൈ എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ ഏതായിരുന്നു ആ ഫ്രാക്ഷൻ x/y എന്ന് പറയുന്ന ഫ്രാക്ഷൻ ഏതായിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണത്, സോൾവ് ചെയ്യണം. എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനൊരു ഭിന്നസംഖ്യ വന്നാൽ നമ്മളതിനെ ക്രോസ് ഗുണിക്കുക. മനസ്സിലായോ? ദാറ്റ് ഈസ് 3 × x + 1 ഈസ് ഈക്വൽ ടു y × 1 എന്ന് വെച്ചാൽ y തന്നെ. അപ്പോൾ ഇവിടെ 3x + 1 ഈക്വൽ ടു y. വൈക്ക് നമുക്ക് എന്ത് കിട്ടി? 3x + 1 എന്നൊരു വാല്യൂ കിട്ടി. ഇനി ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4x ഈക്വൽ ടു y + 1 എന്ന് വരും. ഇപ്പോൾ കിട്ടും. അപ്പോൾ നമുക്ക് ഓൾറെഡി വൈയുടെ വാല്യൂ എന്താണെന്ന് ഇപ്പോൾ കിട്ടി, 3x + 1. അപ്പോൾ നമ്മൾ ഈ വൈയുടെ പൊസിഷനിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 4x ഈക്വൽ ടു വൈക്ക് പകരം എന്താ, 3x + 1 ഈക്വലാണ് വൈക്ക് തുല്യമാണ് ഇത് എങ്കിൽ വൈക്ക് എന്ത് കൊടുക്കാം? 3x + 1 എന്നുള്ള വാല്യൂ കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4x ഈക്വൽ ടു 3x + 2 എന്ന് വരും. ഇവിടെ നിന്ന് എക്സിന് ഒരു സ്ഥലത്തേക്ക് ആക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4x - 3x ഈക്വൽ ടു 2 എന്ന് വരും. സോ x ഈക്വൽ ടു 2. എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സിൻ്റെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ആ എക്സിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വൈയുടെ വാല്യൂ. അതിപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. ഈ ഒരു ഇക്വേഷന് കൊടുക്കാമേ. എക്സിന് കിട്ടിയ വാല്യൂ 2 അല്ല, 2 എടുത്ത് ഞാനിവിടെ കൊടുക്കുന്നു. ദാറ്റ് ഈസ് 3 × 2 + 1 ഈക്വൽ ടു y. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 2 + 1 എത്രയാണ്? 3 തന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു y. 3 3s are 9 ഈക്വൽ ടു y. സോ ആൻസർ ഈസ് എന്താണ്? 2/9 എന്ന് ആൻസർ വരും. ഓക്കെ, ഇനി നമുക്കിത് ആൻസർ ഒന്ന് ചെക്ക് ചെയ്താലോ? ആൻസർ 2/9 വരും. ഈ ന്യൂമറേറ്ററിനോടുകൂടി 1 ആഡ് ചെയ്താൽ ദ ആൻസർ ബിക്കം എന്തെന്ന് പറഞ്ഞേ? 1/3. നോക്കാം. ദ ആൻസർ ആഡ് ചെയ്യുമ്പോൾ 3/9 വരും. 3/9 കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1/3 കിട്ടും. സോ ദ ഫ്രാക്ഷൻ ഈസ് ഏതാണ്? x/y എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/9 ആണ്. ക്ലിയർ ആയല്ലോ? ഏഴാമത്തെ ചോദ്യമാണ്. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees in 2 schemes with interest rate 7% and 6%. After 1 year, they got 6,750 rupees as interest from both these together. How much did they invest in each scheme? ഒരാൾ 1,00,000 രൂപ 2 പദ്ധതികളിലായി നിക്ഷേപിച്ചു. 7% 6% പലിശ നിരക്ക്. ഒരു വർഷം കഴിഞ്ഞ് 2 പദ്ധതിയിൽ നിന്നുമായി 6,750 രൂപ പലിശ കിട്ടി. ഓരോന്നിലും എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? 1,00,000 രൂപ ഒരു മണി ബാക്ക് സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അതായത് 1,00,000 രൂപ ഫസ്റ്റ് 7% നിരക്കുള്ള ഒരു സ്ഥലത്തും മറ്റത് 6% നിരക്കുള്ള ഒരു സ്ഥലത്തുമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ 1,00,000 രൂപയെ എന്താക്കണം? 2 ആക്കി മുറിച്ചു. അപ്പോൾ 1,00,000 രൂപയെ 2 ആക്കാന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടെ എത്ര ആൾ 50,000 വെച്ചിട്ടാണോ അതോ 60, 40 ആണോ അതോ അങ്ങനെ 10, 90 ആണോ ഒന്നും അറിഞ്ഞൂടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരെണ്ണത്തിന് നമ്മൾ എക്സ് ആയിട്ട് വിചാരിച്ചാൽ മറ്റു രൂപ എന്ന് പറയുന്നത് 1 lakh - x ആയിരിക്കുമല്ലോ, ശരിയല്ല? അപ്പോൾ
ഈ ഒരു തുക അയാൾ ഏത് രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്? 7%ഉം ഈ തുക 6%ഉം എന്ന കണക്കിലാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തത്. ഇനി ഇത് രണ്ടിൻ്റെയും കൂടെ സമ്മ്, അതായത് ഈ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അയാൾക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ എത്ര രൂപ കിട്ടി? 6750 രൂപ അയാൾക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ ലഭ്യമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ആദ്യത്തെ പലിശ നിരക്ക് അഥവാ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന INR ആണ്, അല്ലെങ്കിൽ PRT/100 ആണല്ലോ. ഇൻവെസ്റ്റ് ചെയ്ത തുക X ആയിട്ട് കൺസിഡർ ചെയ്താൽ X ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് 7 × 1 ഇയർ ആണ്, /100. അപ്പോൾ ആദ്യത്തെ നമ്മൾ എങ്ങനെ എഴുതാം? 7x/100 എന്ന് എഴുതാം. രണ്ടാമത്തെ സ്കീം എങ്ങനെയായിരുന്നു വന്നത്? അതായത് 1 lakh - X എന്ന് പറയുന്ന തുകയെ എത്ര റേറ്റിലാണ് കൊടുത്തിരിക്കുന്നത്? 6%. ദാറ്റ് ഈസ് 6/100 ആഫ്റ്റർ 1 ഇയർ. അത് വരുമ്പോൾ all /100 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് വൃത്തിയായിട്ട് എഴുതുമ്പോൾ ഇതെങ്ങനെ വരും? 100 × 6 lakh എന്ന് വരും, -6 × X 6x all /100നെ സെപ്പറേറ്റ് 100 ആക്കി ടീച്ചർ എഴുതാവേ. 100 - /100 എന്ന് എഴുതുന്നതിന് കുഴപ്പമില്ല. ഈ 100 ഇയാൾക്കും പൊതുവായിട്ട് നമുക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഈ രണ്ട് ഇൻട്രസ്റ്റ് റേറ്റുകളും കൂടെ കൂട്ടിയാൽ അയാൾക്ക് കിട്ടുന്ന തുക നമ്മൾ പറഞ്ഞിരുന്നു എത്ര? 6750. അപ്പോൾ എന്ത് ചെയ്യാം? ഞാനത് ആഡ് ചെയ്യാം. എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കിയോ? 7x /100 + 6 lakh /100 - 6x /100 ഈക്വൽ ടു, ഇത് മുഴുവനോട് കൂട്ടുമ്പോൾ കിട്ടുന്നത് 6750 എന്ന് പറഞ്ഞിട്ടുണ്ട്. 6750. ഇനി നോക്കുക, ഈ സീറോസും കട്ട് ചെയ്ത് എന്തായി? 6x ആയി. ഇത് 7x/100ഉം -6x/100. 7 - 6 1 അല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം? 1xനെ x/100 എന്ന് എഴുതിയാൽ മതി കേട്ടോ. x/100 എന്നാവും. പ്ലസ് ഇതെന്താവും? 6000 എന്നാവും. ഈക്വൽ ടു 6750. ഇതിനകത്തുനിന്ന് X ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം x/100 ഈക്വൽ ടു 6750 മൈനസ് 6000. x/100 ഈക്വൽ ടു 750. സോ x ഈക്വൽ ടു 750. ഈ 100 അങ്ങോട്ട് പോകുമ്പോൾ 2 സീറോകൾ ഇവിടെ വരും. അപ്പോൾ എത്രയായി? ആദ്യത്തെ സ്കീമിലുള്ള 1 ലക്ഷത്തിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു? 75,000 രൂപ. അപ്പോൾ 1 ലക്ഷത്തിൽ നിന്ന് 75,000 പോയ രണ്ടാമത്തെ സ്കീമിലുള്ള എത്ര കൊടുത്തു? 25,000. മനസ്സിലായോ? ഓക്കെ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ആൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് വിത്ത് എ സ്പീഡ് u m/s and travel along a straight line. If the speed increases at the rate of a m/s every second, the speed at time t seconds is u + 80. The speed at 1 second is 5 m/s and at 5 seconds 13 m/s. What is the rate at which the speed is increasing? What was the starting speed? 1 സെക്കൻഡിൽ u മീറ്റർ എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും a m/s എന്ന നിരക്കിൽ വേഗം കൂടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ t സെക്കൻഡിലെ വേഗം u + 80 ആണ്. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം 5 m/s അഞ്ചാമത്തെ സെക്കൻഡിലെ വേഗം 13 m/s ആണ്. ഓരോ സെക്കൻഡിലെയും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്? യാത്രയുടെ തുടക്കത്തിലെ വേഗം എന്താണ്? നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. a എന്ന് പറയുന്നത് ആക്സിലറേഷൻ അഥവാ ത്വരണമാണ്. t എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്പീഡ് അറ്റ് ടൈം t സെക്കൻഡ് ഈസ് u + 80 എന്ന് പറയുന്നുണ്ട് അല്ലേ? അതായത് ഓരോ സെക്കൻഡിലുള്ള വേഗത എന്ന് പറയുന്നത് u + 80 ആണ്. അപ്പം തുടക്കത്തിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പം നമ്മൾ ടൈമിന് എന്ത് കൊടുക്കണം? ഒട്ടും തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങുന്ന സമയത്ത് ടൈം എന്താണ്? ടൈം 0 ആണ്. അപ്പം 0 സെക്കൻഡിലുള്ള ഇതിൻ്റെ ഇൻക്രീസിങ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു u + a × 0. ടൈമിന് നമ്മൾ 0 കൊടുത്താൽ എന്ത് വരും? ജസ്റ്റ് u എന്ന് വരും. ഇനി 1 സെക്കൻഡിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 സെക്കൻഡിൽ
എത്ര മീറ്റർ അത് മുമ്പോട്ട് പോകുന്നുണ്ടോ? 5 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് എന്താ പറയുക, 1 സെക്കൻഡിൽ u പ്ലസ് a ഇൻറ്റു 5 അല്ലേ, 1 സെക്കൻഡ് ടൈമിൻ്റെ ആണ് 1 കൊടുക്കുമ്പോൾ ഉള്ള ഇനീഷ്യൽ വെലോസിറ്റി വേഗത എന്ന് പറയുന്നത് 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു u പ്ലസ് a ഇസ് ഈക്വൽ ടു 5. ഇനി 5 സെക്കൻഡിൽ 5 സെക്കൻഡിൽ ഇത് എത്രയാണ്? 5 സെക്കൻഡിൽ u പ്ലസ് a ഇൻറ്റു 5 എന്ന് പറയുന്നത് 13 മീറ്റർ പെർ സെക്കൻഡാണ് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിച്ച് നമുക്കിത് സോൾവ് ചെയ്യാം. ടീച്ചർ ഒന്ന് വൃത്തിയായിട്ട് എഴുതാം. ഇവിടെ u പ്ലസ് a ഇസ് ഈക്വൽ ടു 5ഉം u പ്ലസ് 5a ഈക്വൽ ടു 13ഉമാണ്. അപ്പോൾ u എന്ന് പറയുന്നത് തുടക്കത്തിലെ വേഗതയാണ്. അപ്പോൾ u ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് കണ്ടെത്തണം. ഓരോ സെക്കൻഡിലുള്ള ഇൻക്രീസിങ് ആക്സിലറേഷനും നമുക്ക് ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന ആക്സിലറേഷനും, അപ്പോൾ എയും കണ്ടുപിടിക്കണം, യുവും കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? ഈ 2 ലൈഫ് ടൈംസ് ആയതുകൊണ്ട് ഇതിനെ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് ഞാൻ തിരിച്ചെഴുതാമേ. നേരെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് മൈനസ് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ ഈ വലിയ ഇക്വേഷൻ ആദ്യം എഴുതാം. a പ്ലസ് 5a ഈക്വൽ ടു 13ൽ നിന്ന് u പ്ലസ് a ഈക്വൽ ടു 5 എന്ന ഇക്വേഷൻ മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഇതാ u മൈനസ് u 0 വരും. 5aയിൽ നിന്ന് ഒരു a മൈനസ് ചെയ്താൽ 4a ഈക്വൽ ടു 13 മൈനസ് 5 8. എന്തിനാണ് ഞാൻ ഇക്വേഷൻ ഇങ്ങനെ തിരിച്ചിട്ടെന്ന് മനസ്സിലായോ? നിങ്ങൾ സാധാരണ മൈനസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ എയിൽ നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് വരും. നിങ്ങൾ ചിലപ്പോൾ മറന്നൊക്കെ പോകും മൈനസ് ഇടാനൊക്കെ. നോക്കുക, 5 മൈനസ് 13 നിങ്ങൾക്ക് ടഫാണ്. അതേസമയം 13 മൈനസ് 5 ടഫൊന്നുമല്ല. മൈനസ് ഇട്ടാൽ മൈനസും ക്യാൻസലാവും. അപ്പോൾ അവിടെയൊക്കെ 1-2 കൺഫ്യൂസിവ് ഫാക്റ്റ് വരുന്നതുകൊണ്ടാണ് ടീച്ചർ തിരിച്ചിട്ടത് കേട്ടോ. അപ്പോൾ 4a ഈക്വൽ ടു 8 എന്ന് വരും. സോ ഇവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 8/4 എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡാണ്. ഓരോ സെക്കൻഡിൽ ഇൻക്രീസിങ് വേഗത എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി ഇനീഷ്യൽ വെലോസിറ്റി u കണ്ടുപിടിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട്, ഈ ഇക്വേഷനിൽ എക്ക് എന്ത് കൊടുത്താൽ മതി? u പ്ലസ് 2, a എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ്, 2 ഈക്വൽ ടു 5 ആണ്. സോ u ഈക്വൽ ടു 5 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ യുവും എയും കിട്ടി. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 11 6, 7, 8 ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ.